ചുരങ്ങൾ വയനാടിൻ്റെ ജീവനാഡിയാണ്. വയനാടിനെ മറ്റു ജില്ലകളുമായി ബന്ധിപ്പിക്കുന്ന ജീവനാഡി. താമരശ്ശേരി ചുരവും കുറ്റ്യാടി ചുരവും നെടുമ്പൊയിൽ ചുരവും പാൽച്ചുരവുമൊക്കെ വയനാട് എന്ന മനോഹര ഭൂമിയിലേക്കുള്ള പാത നമുക്ക് മുന്നിൽ തുറന്നു വച്ചിരിക്കുന്നു. ചുരംപാത താണ്ടുന്ന സഞ്ചാരികൾക്ക് പ്രകൃതിയെ അടുത്തറിയാനും കാഴ്ചയുടെ മനോഹാരിത മനസ്സുകളിൽ കുളിരണിയിക്കുകയും ചെയ്യുന്നു ഇത്തരം ചുരം യാത്രകൾ. അപ്പം നമുക്ക് പാൽച്ചുരത്തിൻ്റെ മനോഹര കാഴ്ചകളിലേക്ക് വിട്ടാലോ? നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് കൊട്ടിയൂർ അമ്പായത്തോട് റൂട്ടിലാണ്. അമ്പായത്തോട് കഴിഞ്ഞാൽ പിന്നെ ചുരം തുടങ്ങുകയാണ്. കണ്ണൂരിലെ ഇരിട്ടി ഭാഗത്തുള്ളവർക്കൊക്കെ എളുപ്പത്തിൽ വയനാട്ടിലേക്ക് എത്താൻ പറ്റിയ റോഡ് മാർഗം തന്നെയാണ് ഇതുവഴിയുള്ള റൂട്ട്. ഇവിടെ നിന്നും കുറച്ചുകൂടെ മുന്നോട്ട് പോയാൽ പാൽച്ചുരം കയറാൻ തുടങ്ങുകയായി. ചുരത്തിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെയൊക്കെ തന്നെ നല്ല കയറ്റവും വളവും ഒക്കെ തന്നെയാണ്. നമ്മളിപ്പോൾ പോകുന്ന ഈ റൂട്ട് കൊട്ടിയൂർ ക്ഷേത്രമില്ലേ, വൈശാഖ മഹോത്സവം ഒക്കെ നടക്കുന്ന കൊട്ടിയൂർ ക്ഷേത്രം, ആ ക്ഷേത്രത്തിന് മുന്നിലൂടെയുള്ള റോഡാണ് കേട്ടോ. മഴക്കാലമായതുകൊണ്ട് ഇപ്പോൾ ഇതിലെ പോകുമ്പോൾ അടിപൊളിയാണ്. മഴ പെയ്ത് പച്ചപ്പൊക്കെയായി കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകളാണ് ചുറ്റും. ഈ റോഡ് ചെന്നെത്തുന്നത് പാൽച്ചുരമൊക്കെ കയറി ബോയ്സ് ടൗൺ എന്ന സ്ഥലത്താണ്. അവിടെ നിന്നും വയനാട് ജില്ലയിലെ മാനന്തവാടി ഭാഗത്തേക്കും കണ്ണൂർ ജില്ലയുടെ പെരിയ പേരാവൂർ ഭാഗത്തേക്കും പോകാൻ പറ്റും. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലൂടെയാണെങ്കിലും അങ്ങ് ദൂരെ കാണുന്ന മലകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വയനാടൻ മലനിരകൾ തന്നെയാണ്. ചില സമയങ്ങളിലൊക്കെ ആ മലനിരകളൊക്കെ കോടമഞ്ഞ് വന്ന് മൂടി അടിപൊളിയായിരിക്കും കാണാൻ വേണ്ടി. പാൽച്ചുര ചെറിയൊരു ചുരം ആയതുകൊണ്ട് തന്നെ ചുരത്തിനടുത്ത് വരെയൊക്കെ വീടുകളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്. ചുരത്തിനടുത്തുള്ള കുറച്ചു ഭാഗങ്ങളൊക്കെ സംരക്ഷിത വനപ്രദേശങ്ങളായിട്ടുള്ളൂ. ബാക്കിയൊക്കെ ആൾത്താമസമുള്ള സ്ഥലങ്ങളും കൃഷിസ്ഥലങ്ങളും കെട്ടിടങ്ങളും ഒക്കെയുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. ഇതിലെ ഒരുപാട് ലോറികൾ പോകുന്നത് കാണാൻ കഴിയും. അതൊക്കെ മുഖ്യമായും ഇരിട്ടിയിൽ നിന്ന് ചെങ്കല്ലുമായി പോകുന്നതോ കല്ല് എടുക്കാൻ വേണ്ടി പോകുന്നതോ ആയ ലോറികളാണ്. ഇരിട്ടി ഭാഗത്ത് ഒരുപാട് ചെങ്കൽ കോറികൾ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നാണ് വയനാട്ടിലേക്ക് പ്രധാനമായും കെട്ടിടങ്ങൾക്ക് ആവശ്യമായ കല്ലുകൾ എത്തുന്നത്. പിന്നെ ഈ റൂട്ടിൽ നിങ്ങൾ വരികയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റിയ മറ്റൊരു സ്ഥലം കൂടിയുണ്ട്, പാൽച്ചുരം വെള്ളച്ചാട്ടം. പാൽച്ചുരം വെള്ളച്ചാട്ടം അടിപൊളിയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല, അവിടേക്ക് മറ്റൊരു ദിവസം വരാം. എന്തായാലും ഈ റോഡിന് നമ്മൾ മുന്നോട്ട് പോവുകയാണ്. കുറച്ചുകൂടി മുന്നോട്ട് വന്നപ്പോൾ ഇതാ നമ്മുടെ പാൽച്ചുരം തുടങ്ങുകയാണ്. താഴെ റോഡൊക്കെ അടിപൊളിയാണെങ്കിലും മുകളിലോട്ട് പോകുമ്പോൾ റോഡിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. വളരെ ഇടുങ്ങിയ റോഡാണ് ഈ ചുരത്തിൻ്റെ ഭൂരിഭാഗവും. എതിരെ ഒരു വാഹനം വന്നാൽ കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. വലിയ വാഹനങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ചുരം താണ്ടുന്നത്.
പിന്നെ നമ്മുടെ KSRTC മാത്രമേ ഇതിലൂടെ സർവീസ് നടത്തുന്നുള്ളൂ കേട്ടോ. വെറും 5 എയർപിൻ വളവുകൾ മാത്രമുള്ള ചുരം മറ്റ് ചുരങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചെങ്കുത്തായ കയറ്റങ്ങളും വളവുകളുമാണ് ഈ ചുരത്തിൻ്റെ പ്രത്യേകത. ഇവിടെ വലിയ നിർമ്മാണ പ്രവൃത്തികളെല്ലാം നടത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു. കാരണം ഒരു വശം വലിയ മലകളും മറുവശം വലിയ കൊക്കയുമാണ്. വേറൊരു കാര്യം, ഇത്രയും വാഹനങ്ങൾ സഞ്ചരിക്കുന്ന ഒരു റൂട്ടായിട്ടും വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവം ഈ ചുരം യാത്രയിലുടനീളം നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇതിലൂടെയുള്ള യാത്ര വളരെ സാഹസം നിറഞ്ഞതാണ്. ഇവിടെയൊക്കെ സഞ്ചാരികളെയും കാത്ത് ഒരുപാട് ഹോട്ടലുകളും തട്ടുകടകളും ഒക്കെ ഉണ്ട്. ഇവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. കുറച്ച് സമയം നമുക്ക് കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോവാം. അങ്ങനെ നമ്മൾ അവസാനത്തെ ഹെയർപിൻ ബെൻഡും കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. മുന്നിൽ എന്തോ ഒരു ബ്ലോക്കുണ്ട്. ബസ് കുടുങ്ങിയതാണ്. ഇങ്ങനെയുള്ള വലിയ വാഹനങ്ങൾ കയറിപ്പോകാൻ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. ചിലപ്പോൾ അതിൽ നിന്നുള്ള യാത്രക്കാരൊക്കെ ഇറങ്ങി നടക്കേണ്ടുന്ന അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട്. കണ്ടില്ലേ, ആ ബസ്സിൽ നിന്നുള്ള യാത്രക്കാരൊക്കെ ഇറങ്ങി നടക്കുകയാണ് മുകളിലേക്ക്. ഇപ്പം നമ്മുടെ ഇടതുവശത്ത് അഗാധമായ കൊക്കയും
വലതുവശത്ത് ചെങ്കുത്തായ കുന്നുകളുമാണ് ഉള്ളത്. വളരെ അപകടം നിറഞ്ഞ ഒരു റൂട്ട് തന്നെയാണിത്. മണ്ണിടിച്ചിൽ കാരണം എപ്പോഴും അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു റൂട്ട് കൂടിയാണിത്. മഴക്കാലമായാൽ മണ്ണിടിച്ചിൽ പതിവാണ്. എന്തു തന്നെയായാലും പാൽച്ചുരം നൽകുന്ന കാഴ്ചകൾ വീണ്ടും വീണ്ടും ഇതിലെ യാത്ര ചെയ്യാൻ നമ്മളെ മോഹിപ്പിക്കും. ഗൂഗിളിൽ പാൽച്ചുരം എന്ന് സെർച്ച് ചെയ്താൽ കൂടുതലായും കിട്ടുക മണ്ണിടിഞ്ഞ് റോഡ് തടസ്സപ്പെട്ട വാർത്തയാണ്. എന്തൊക്കെ മനോഹര കാഴ്ചകളാണെങ്കിലും കുറച്ചൊരു ഭയം കൂടാതെ ഇതിലെ കടന്നു പോകാത്തവർ വിരളമായിരിക്കുമെന്ന് തോന്നുന്നു. പാൽച്ചുരം മനസ്സ് വെച്ചാൽ മാത്രം വയനാട്ടിലേക്ക് യാത്ര ചെയ്യാൻ പറ്റുന്ന പലർക്കും ഇത് മനോഹര കാഴ്ചയ്ക്കപ്പുറം ജീവിതത്തിൻ്റെ ഭാഗം കൂടിയാണെന്ന് ഓർക്കുന്നു. അങ്ങനെയുള്ളവർക്ക് സുഖമായും സുരക്ഷിതമായും യാത്ര ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. തണുത്ത ചെറിയ കാറ്റും കൊണ്ട് ബോയ്സ് ടൗണിലെത്തുമ്പോൾ സമയം ഉച്ച കഴിഞ്ഞിരുന്നു. എൻ്റെ ഹൃദയതാളം കൂട്ടി കാഴ്ചയുടെ മനോഹാരിത സമ്മാനിച്ച പാൽച്ചുരം യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനിയും മനോഹര കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.